നമുക്കൊരു സദ്യ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് മത്തങ്ങ, ക്യാരറ്റ്, കയ്പക്കായ, അതുപോലെ തന്നെ മുരിങ്ങക്കായ, വെണ്ടക്കായ, അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ കഷ്ണങ്ങളും, അതുപോലെ കായ, നേന്ത്രക്കായ ഒക്കെ ഇടുന്നുണ്ട്. സാമ്പാറിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ അത്യാവശ്യമൊക്കെ ഇടുന്നത് നല്ലതാണ്, ചെല്ലണത് നല്ലതാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് പച്ചക്കറി അതൊക്കെ ചെല്ലുക. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വേപ്പില ഇട്ടുണ്ട് കേട്ടോ, ഞാൻ അതിൽ എടുക്കേണ്ടത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. വേവിച്ചെടുക്കാം. അയ്യോ, ഇത് അടച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം അതിൽ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കണ്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഒരു ചട്ടി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടലപ്പരിപ്പും ഉഴുന്നാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. 1 സ്പൂണ് വീതമുള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം ജീരകവും ഉലുവ 1 സ്പൂണോളം കഷ്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളി, ഒരു 3-4 വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അതൊന്ന് നുറുക്കിയിട്ട് തന്നെ ഇടാം. അതുമായി വരട്ടെ. ഇനി അത് ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേപ്പില ഇട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് മുഴുവനായിട്ടുള്ളതാണ്. അതൊക്കെ മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 മുറി നാളികേരം. നന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ കായപ്പൊടി നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറക്കണതിലേക്ക് പിന്നെ കായപ്പൊടി ചേർക്കണില്ല. ഇതിൽ പിന്നെ ഇട്ട് കൊടുത്തത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. അങ്ങനെ മുഴുവൻ മല്ലി എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ അതാണ് ഇടേണ്ടത്. അതൊക്കെ കൂടി അങ്ങനെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ അരച്ചെടുത്താണ്. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കുക. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. വലിയ തളയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ നാളികേരമൊക്കെ വറുത്ത് ചേർത്താണ്. അപ്പോൾ അത്രയും വേണ്ടു, ഒന്നൊരു തള വരെ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് തിളച്ച് വരുന്നത് അപ്പുറത്ത് നമുക്ക് ഇതിലേക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിനെ ഒരു ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണല്ല, 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരട്ടെ. ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല, ഞാൻ സദ്യക്കൊക്കെ കണ്ടിട്ടുള്ള സാമ്പാറാണ്.
വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 3-4 പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ കാണിക്കാണ്ടിരുന്നത് ഒരു നുള്ളി കായ ഇട്ട് കൊടുത്തായിരുന്നു. അത് ഞാൻ എനിക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ കായപ്പൊടിയാണ് ഇതായിരിക്കും ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉള്ളവരിട്ടാൽ മതി. എന്നാലും സദ്യ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി മല്ലിയിലൊക്കെ ഉള്ളത് നല്ലതാണ്. ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. നല്ല കുറുതായുള്ള സാമ്പാറാണ്. നല്ല സാമ്പാർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.